ഇന്ന് വൈകുന്നേരം ചായക്ക് നല്ല ചൂട് മുട്ട ബജ്ജിയും കട്ടൻ ചായയാണ് കേട്ടോ. എനിക്കറിയാം ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയാം. ഇനിയിപ്പോ ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിലോ. അതിന്റെ കൂട്ടത്തില് മുട്ട ബജ്ജിയുടെ കാര്യത്തിൽ എനിക്കൊരു രസകരമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു കപ്പ് കടലമാവ് ഇടാട്ടോ. അതിലേക്ക് വറുത്ത് പൊടിച്ച അരിപ്പൊടി 2 ടീസ്പൂൺ ഇടാം. നിങ്ങളുടെ പാകത്തിനുള്ള മുളക് പൊടി, അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി. ഞാനിവിടെ കട്ടക്കായം അലിയിച്ചിട്ട് അതിന്റെ വെള്ളമാണ് കേട്ടോ ചേർക്കണത്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി രുചിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ ഈ മാവ് കട്ടയില്ലാണ്ട് കുഴച്ചെടുക്കണം. ഇനി ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഒരു 7-8 വർഷം മുമ്പ് എന്റെ അച്ഛനും അമ്മയും പണിക്ക് പോയിട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിക്കണം എന്നുള്ള ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുപാട് മുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. മുട്ട ബജ്ജിയുടെ മാവ് സെറ്റ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് ഒരു മുട്ട എടുത്ത് മാവിൽ മുക്കി ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു വെടിക്കെട്ടായിരുന്നു. മുട്ടയുടെ ഉണ്ണി ഒരു വഴിക്കും മാവ് ഒരു വഴിക്കും മുട്ട വേറൊരു വഴി. അന്ന് ഗ്യാസും കുറ്റി ഓഫ് ചെയ്തിട്ട് ഒരു ഓട്ടം ഞാൻ ഓടിയിട്ടുണ്ട്. അതേ പിന്നെ ഈ അൽക്കുരുത്ത് പരിപാടികളൊക്കെ ഞാൻ നിർത്തി. ഇപ്പോഴാണ് ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണത്. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ പരീക്ഷിക്കുന്നത് പലതും സക്സസ്ഫുൾ ആണ്. ഓർത്തിരിക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂലേ? കമന്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഞാൻ ചമ്മന്തി അല്ലാണ്ട് ഉണ്ടാക്കണം. ഞങ്ങളുടെ ഭാഗങ്ങളിൽ മാത്രം ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള ഒരു സലാഡാണ് കേട്ടാ. ഇത് ബജ്ജിയുടെ കൂടെയൊക്കെ പൊളിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പത്തിലുള്ള സബോളി, നല്ല എരിവുള്ള പച്ചമുളക് എടുക്കണം. നല്ല പോലെ ചെറുതാക്കി അരിയാണ് നല്ലത് കേട്ടോ. ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തേ. ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും പുളിക്ക് വേണ്ടിയിട്ടും എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചൊറുക്കി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യണം. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം. ഇനി കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്തോളൂട്ടാ. ഇനി ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഓരോ ബജ്ജി ആയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ എണ്ണയുടെ ചൂട് ഇച്ചിരി മാവ് ഒഴിച്ച് നോക്കിയിട്ട് പരീക്ഷിക്കാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു വെടിക്കെട്ട് നമുക്ക് ഒഴിവാക്കാലോ. എന്തായാലും ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഷേപ്പിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇത് അടിപൊളി ആയതുകൊണ്ട് തന്നെ അടുത്ത് നമുക്ക് എന്ത് പരീക്ഷിക്കാന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അതിന്റെ കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ഷെയറും കൂടി ചെയ്യാട്ടോ. എന്നാലാണ് കുറച്ചും കൂടി വ്യൂസ് ഒക്കെ കയറുള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ.